നമസ്കാരം. ഒടുക്കം ഫൈനലിൽ മെസ്സിയും ടീമും അർജന്റീനയോട് 1-0 തോറ്റു. ഈ തോറ്റ ടീമിൻ്റെ ജേഴ്സി ഇട്ടിട്ട് ആരെങ്കിലും ഫൈനലിനെ കുറിച്ച് വീഡിയോ എടുക്കുമോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? എടുക്കും, ഞാനെടുക്കും. എന്തുകൊണ്ടാണെന്ന് വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഈ വീഡിയോയുടെ തുടക്കം മെസ്സിയിൽ നിന്ന് തന്നെ ആവാം. മെസ്സിയുടെ ഈ ഇരിപ്പിൽ എല്ലാം ഉണ്ട്. ഇതുവരെ കളിച്ചു വന്ന കളിയുടെ 10-1 പോലും പുറത്തെടുക്കാനാകാതെ 1-0 സ്പെയിനിനോട് ഫൈനലിൽ പരാജയപ്പെട്ട് നിസ്സഹായനായിരിക്കുന്ന മെസ്സിയുടെ കണ്ണീർ ആ മൈതാനത്ത് വീഴുമ്പോൾ അപ്പുറത്ത് അർഹിച്ച വിജയം സ്വന്തമാക്കി സ്പെയിൻ കപ്പെടുത്ത് അർമാദിക്കുകയായിരുന്നു. ഓൺ ടാർഗറ്റിലേക്ക് ഒരു ഷോട്ട് പോലും തൊടുക്കാനാകാതെ അർജന്റീനയെ പിടിച്ചു കെട്ടിയ സ്പെയിനിൻ്റെ വിജയത്തിൽ അർജന്റീനയ്ക്ക് തന്നെയും പങ്കുണ്ട്. അതെങ്ങനെ? അർജന്റീന എങ്ങനെയാണ് ഈ ഫൈനലിൽ ഇതുവരെ കടന്നു വന്ന വഴികളെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് തോൽവി നേരിട്ടത്? നമുക്ക് വിശദമായിട്ട് നോക്കിയാലോ? ഈ ലോകകപ്പിനെ കുറിച്ച് നമ്മൾ പലതവണ പറഞ്ഞ ഒരു കാര്യമുണ്ട്. സംഭവബഹുലവും രസകരവുമായ 1/4 മത്സരങ്ങളും എങ്ങനെയാണ് എന്നുള്ളത്. പ്രതിരോധത്തിൻ്റെ വിരസതകളോ അമ്പും തുമ്പുമില്ലാത്ത ആക്രമണങ്ങളോ ആയിരുന്നില്ല. ഓരോന്നും ലക്ഷ്യബോധത്തോടെ ജയം സാധ്യമാക്കിയ മത്സരങ്ങൾ. എന്നാൽ ഈ ലോകകപ്പിൽ ആരും കാണാൻ ആഗ്രഹിക്കാത്തൊരു ഫൈനലാണ് ഇന്ന് കടന്നുപോയത്. അത് അർജന്റീന തോറ്റതുകൊണ്ടോ സ്പെയിൻ തോൽക്കാത്തതുകൊണ്ടോ ഒന്നുമല്ല. പൊസഷനിൽ വിദഗ്ധരായ സ്പെയിൻ പൊസഷൻ എടുത്ത് കളിക്കുന്നു, ഇടയ്ക്ക് ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ആക്രമണ ഫുട്ബോളിൻ്റെ സംഗീതാത്മകതയിൽ അഭിരമിക്കാറുള്ള അർജന്റീന തുടക്കം മുതൽ ഡിഫെൻസീവായി കിടന്ന് ഭീഷ്മാചാര്യരെ പോലെ നിസ്സംഗമായി പന്ത് തട്ടി അകറ്റുന്നു. ഗോൾ പിറക്കാത്തത് പോട്ടെ, കൃത്യമായ ഷോട്ടുകളും ടാർഗറ്റ് ഷോട്ടുകളും പോലും വീഴാത്ത ഫൈനൽ അർജന്റീനയെ സംബന്ധിച്ച് അതിൻ്റെ സ്വാഭാവികമായ പരിണതിയിൽ എത്തി എന്നതാണ് അതിൻ്റെ ക്ലൈമാക്സ്. ഒരു ഗോൾ മാത്രം അടിച്ച് അർഹിച്ച വിജയം സ്വന്തമാക്കി സ്പെയിൻ വിജയിച്ചു, കിരീടം നേടി. ഒരുപക്ഷെ കഴിഞ്ഞ 1.5 ദശാബ്ദത്തിൽ കളിക്കാത്ത വിധം പ്രതിരോധ ഫുട്ബോൾ കളിച്ച് അർജന്റീന 2ാം കപ്പിലേക്ക് മുത്തമിടാനുള്ള ശ്രമം പോലും നടത്താതെ അവസരം നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നതായിരിക്കും നന്നാവുക. ഒരു ശ്രമം നടത്തണ്ടേ? എന്തായാലും റണ്ണേഴ്സപ്പായി അർജന്റീന. വിശദമായ കളിയിലേക്ക് കടന്നാൽ നമ്മൾ അത്ഭുതപ്പെടും. സ്പെയിനിൻ്റെ മുന്നേറ്റങ്ങളും അവർ നടത്തിയ നീക്കങ്ങളും പതിവ് പോലെ പന്തെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കലും തുടങ്ങിയ പരിപാടികളെല്ലാം ഉണ്ടായിട്ടും ഒരു ഗോളാണ് അവസാന മിനിറ്റിൽ അവർക്ക് അടിക്കാനായത്. അർജന്റീനയുടെ എൻസോ ഫെർണാണ്ടസ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതോടെ 10 പേരായി ചുരുങ്ങിയിട്ടും സ്പെയിനിന് ഗോൾ നേടാൻ പിന്നെയും കാത്തിരിക്കേണ്ടിയും വന്നു. അവരടിച്ചതൊക്കെ പാഴായിപ്പോയ കാഴ്ചയായിരുന്നു. കളിക്ക് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തത് എന്തായിരുന്നു? സ്പെയിനിൻ്റെ പ്രതിരോധം, അർജന്റീനയുടെ ആക്രമണം, ഇതെല്ലാം കൊണ്ട് സമ്പന്നമായേക്കാവുന്ന ഫൈനൽ എന്നാണ്. എന്നാൽ കണ്ടത് നേരെ തിരിച്ചാണ്. സ്പെയിനിൻ്റെ പ്രതിരോധത്തിൽ പൊതിഞ്ഞ ആക്രമണവും അർജന്റീനയുടെ സമ്പൂർണ്ണ പ്രതിരോധവും. ഒരു ചെറിയ റിസ്ക് എടുക്കാൻ പോലും താല്പര്യമില്ലാത്ത വിധം അർജന്റീന പ്രതിരോധിച്ചു നിന്നു. അങ്ങനെ 120 മിനിറ്റും ഇങ്ങനെ കളത്തിൽ ആടി തീർക്കാൻ കഴിയുമോ? ഫുട്ബോളല്ലേ, അവർക്ക് തിരിച്ചടി നേരിടേണ്ടി വരും സ്വാഭാവികമായും. കളിയുടെ നീതി, ഫുട്ബോളിൻ്റെ നീതി, അതും അർജന്റീനയുടെ നീതി എന്നത് അർമാദിച്ച് ആക്രമിച്ച കളി എന്നതാണല്ലോ. ഒടുക്കം പിഴവുകളുടെ ഘോഷയാത്ര തന്നെ സൃഷ്ടിച്ച സ്പെയിൻ 93-ാം മിനിറ്റിൽ, അതായത് എക്സ്ട്രാ ടൈമിൻ്റെ 3-ാം മിനിറ്റിൽ ഒരു ഗോളിന് വിജയിച്ചു. അവസാനം ചില തട്ടിമുട്ട് ശ്രമങ്ങളൊക്കെ അർജന്റീന നടത്തിയെങ്കിലും ഒന്നും വിലപ്പോയില്ല. അങ്ങനെ സ്പെയിൻ 16 വർഷത്തിന് ശേഷം 2010 ട്രോഫിക്ക് ശേഷം 2ാമത് ലോക കിരീടം നേടി, ലോക ചാമ്പ്യനായി. തുടക്കം മുതൽ സ്പെയിൻ നിലപാട് വ്യക്തമാക്കിയിരുന്നു. സ്പാനിഷ് പട ആക്രമണത്തോടെയാണ് തുടങ്ങിയത്. അതിനെ മറികടക്കാൻ അർജന്റീനയുടെ മനോഹരമായ ഫുട്ബോൾ അല്ലാതെ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ സ്കെലോണിയുടെ ഇന്നത്തെ പദ്ധതി സമ്പൂർണ്ണ പ്രതിരോധം, വിരസത നൽകുന്ന പ്രതിരോധമായിരുന്നു. സ്പെയിനിൻ്റെ മുന്നിൽ കാര്യമായ മറുനീക്കങ്ങളൊന്നുമില്ലാതെ പ്രതിരോധിച്ചുള്ള കളി. മെസ്സിക്ക് പന്ത് തൊടാൻ പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. പ്രധാനപ്പെട്ട ചില നിമിഷങ്ങൾ പിറന്നു തുടങ്ങിയത് 5-ാം മിനിറ്റിൽ പന്തുമായി കുതിച്ചെത്തിയ ലെമീൻ യമാലിൻ്റെ ഷോട്ട് അർജന്റീന ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് തടഞ്ഞതോടെയാണ്. പിന്നീട് ഒടുവിലത്തോളം നിരന്തരമായ ആക്രമണങ്ങളിൽ പ്രതിരോധ കോട്ട ഒലയാതെ നിന്നത് എമിലിയാനോവിൻ്റെ കരുത്തുകൊണ്ട് കൂടിയായിരുന്നു. ഇല്ലെങ്കിൽ എത്ര ഗോൾ അർജന്റീനയ്ക്ക് നേരിടേണ്ടി വന്നേനെ. എമിലിയാനോ മാത്രമല്ല, ആ പ്രതിരോധ കോട്ട ഒന്നാകെ. പിന്നാലെ പ്രത്യാക്രമണം സംഭവിച്ചു തുടങ്ങി. കുതിച്ചെത്തിയ മെസ്സിയുടെ നീക്കം സ്പെയിൻ ഗോൾ കീപ്പർ ഉനായ് സിമോൻ രക്ഷപ്പെടുത്തിയ ഒരു നിമിഷം ഉണ്ടായിരുന്നു. 14-ാം മിനിറ്റിൽ പന്തുമായി മുന്നേറാൻ സ്പാനിഷ് താരം ഒൽമോയ്ക്ക് എതിരെ മാക്കലിസ്റ്ററുടെ ഫൗൾ. പിന്നാലെ 33-ാം മിനിറ്റിൽ മാക്കലിസ്റ്ററിന് തിരിച്ച് റോഡ്രിയുടെ ഫൗൾ. അതിന് കിട്ടിയ ഫ്രീ കിക്കിലും അർജന്റീനയ്ക്ക് ഒന്നും ചെയ്യാനായില്ല. അതിനിടെ നിരന്തരമായി സ്പെയിൻ ആക്രമണം. ഞാൻ ഓരോന്നും എടുത്തു പറയുന്നില്ല. 51-ാം മിനിറ്റിൽ, 66-ാം മിനിറ്റിൽ, അങ്ങനെ കുറേയുണ്ട്. എന്നാൽ അർജന്റീനയുടെ പ്രതിരോധ കളി ഒരർത്ഥത്തിൽ സ്പെയിനിനെ തളർത്തി. അവർ ലക്ഷ്യം നേടാനാകാതെ നിന്ന് തിരിയുന്നത് കാരണം അർജന്റീനയുടെ ഒടുക്കത്തെ പ്രതിരോധം അവിടെ നിൽക്കുന്നത് കൊണ്ട് കൂടിയായിരുന്നു. അവരുടെ ഷോട്ടുകളുടെയും ടാർഗറ്റ് ഓൺ ഷോട്ടുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അതിശയം തോന്നുന്ന വിധത്തിൽ കളിച്ചിട്ടും ലക്ഷ്യം നേടാൻ കഴിയാതിരുന്നതിന് കാരണം ഒന്ന് സ്വന്തം കയ്യിലെ പിഴവുകൾ തന്നെയായിരുന്നു. പിന്നെ അർജന്റീനയുടെ ഒടുക്കത്തെ പ്രതിരോധവും. എന്നാൽ കാണുന്നവർക്ക് ഒരു രസം വേണ്ടേ? അതുണ്ടായില്ല. ഒടുക്ക 75-ാം മിനിറ്റ് പിന്നിട്ടതോടെ സ്പെയിൻ ആക്രമണം കടുപ്പിച്ചു. യമാൽ, പെഡ്രി, കുർബാസി, ഐമറിക്, ലപ്പോർട്ട് ഓരോരുത്തരും ആവും പോലെ ശ്രമിച്ചു.
എന്നാൽ അർജന്റീനയുടെ പ്രതിരോധ കോട്ട ഉറച്ചതായിരുന്നു. അതിനിടെ കുർബാസിയെ എൻസോ ഫൗൾ ചെയ്തതിന് എൻസോ ഫെർണാണ്ടസിന് ചുവപ്പ് കാർഡ്, രണ്ടാമത്തെ മഞ്ഞക്കാർഡോടെ ചുവപ്പ് കാർഡായി പുറത്തുപോയി. അർജന്റീനയുടെ ഹൃദയം പിളർത്തിയ തീരുമാനം, അപ്രതീക്ഷിതമായ തീരുമാനം. സ്കലോണിയെയും അത് ഉലച്ചു. കാരണം പിന്നീട് അങ്ങോട്ട് പതിവ് കളി പുറത്തെടുക്കാൻ അവരുടെ പതിവ് രീതിയിൽ പറ്റിയില്ല. ഒരു ആക്രമണകാരിയെ ലൗട്ടാറോ മാർട്ടിനസിനെയൊക്കെ ഇടക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറക്കണമെങ്കിൽ പോലും അതിന് വേണ്ടുന്ന ഒരു ശ്രമം നടത്താൻ പോലും പറ്റാത്ത വിധം കടുത്ത പ്രതിസന്ധിയിലേക്ക് അവർ തള്ളപ്പെട്ടു. കാരണം ഒരാൾ കുറഞ്ഞില്ലേ. അതിനിടെ മുഴുവൻ സമയം പൂർത്തിയായി. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക്. അർജന്റീന 10 പേരായി ചുരുങ്ങിയിട്ടും സ്പെയിനിന് ലക്ഷ്യം നേടാനായില്ല. എന്നാൽ എക്സ്ട്രാ ടൈമിൻ്റെ തുടക്കത്തിൽ തന്നെ അർജന്റീനയുടെ പോസ്റ്റിലേക്ക് ഒരു നീക്കം നടത്തി എമിലിയാനോ തടുത്തിട്ട് രക്ഷിച്ചു. തൊട്ടു പിന്നാലെ നിക്കോ വില്യംസ് പന്ത് വലയിലെത്തിച്ചെങ്കിലും അതിനു മുമ്പ് ഓട്ടോമെൻഡിയെ ഫൗൾ ചെയ്തതിൻ്റെ ശിക്ഷ കിട്ടി. ഗോൾ അനുവദിച്ചില്ല. അടുത്ത നിമിഷം മെറീനോയുടെ ശ്രമം പാഴായി. എന്നാൽ 106-ാം മിനിറ്റിൽ സ്പാനിഷ് പടയുടെ അതുവരെയുള്ള ശ്രമങ്ങൾക്ക് ഫലമുണ്ടായി. ടോറസ് സമയോചിതമായി നടത്തിയ ഒരു ഇടപെടൽ ഒരു ഗോൾ സംഭവിച്ചു. ചുവപ്പ് കാർഡിലൂടെ ചിറകരിഞ്ഞ അർജന്റീനയുടെ പ്രതിരോധത്തിൻ്റെ വിടവിലൂടെ ഒരു ഗോൾ. പിന്നീട് അവസാനത്തെ ഇഞ്ചുറി ടൈമിലേക്ക് വരെ നീണ്ട അർജന്റീനയുടെ ശ്രമങ്ങളല്ലാതെ ഫലം കിട്ടുന്ന ഒരു പരിപാടി ഉണ്ടായില്ല. സ്പെയിനിൻ്റെ അടുത്ത് ഈ മാതിരി കളിയൊന്നും പറ്റില്ല എന്ന് സ്കലോണിക്കല്ലാതെ പിന്നെ ആർക്കാണ് അറിയാവുന്നത്? എന്നിട്ട് എന്തുകൊണ്ടായിരുന്നു അർജന്റീന ആ കളി കളിച്ചത്? അങ്ങനെ കിരീടം സ്പെയിനിന് കിട്ടി. ഒരു ഗോളിൻ്റെ വിജയത്തോടെ സ്പെയിൻ ലോക ചാമ്പ്യൻ. പന്തടക്കത്തിൽ സ്പെയിൻ മുൻതൂക്കം നേടിയെങ്കിലും അർജന്റീനയുടെ പ്രതിരോധ നിര ഉറച്ചു നിന്നു. അതിൻ്റെ ഫലമായിരുന്നു സ്പെയിൻ നടത്തിയ പാഴായ ശ്രമങ്ങൾ. സ്റ്റാറ്റസ് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഇത്രയധികം മേൽക്കൈ ഉണ്ടായിരുന്ന സ്പെയിനിന് പക്ഷേ ഒരു ഗോളാണോ അടിക്കാൻ കഴിഞ്ഞത് എന്ന് നിങ്ങൾ സ്റ്റാറ്റസ് നോക്കുമ്പോൾ ചോദിക്കും. അർജന്റീനയുടെ പ്രതിരോധത്തിൻ്റെ കൂടി മികവാണത്. ഞാൻ സ്റ്റാറ്റസ് വായിക്കാം. സ്റ്റാറ്റസിൽ 20 ഷോട്ടാണ് സ്പെയിൻ അടിച്ചത്, 3 എണ്ണമാണ് അർജന്റീന അടിച്ചത്. ഇനി ഷോട്ട്സ് ഓൺ ടാർജറ്റ് എത്രയെന്നറിയോ? 13 എണ്ണമാണ് സ്പെയിൻ അടിച്ചത്, അർജന്റീന 0. 68% പൊസഷനാണ് സ്പെയിന്, 32% മാത്രമാണ് അർജന്റീനയ്ക്ക്. 803 പാസുകളാണ് സ്പെയിൻ കൊടുത്തത്, 445 പാസ്സാണ് അർജന്റീന കൊടുത്തത്. ഈ പാസിൻ്റെ കാര്യത്തിൽ പണ്ട് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പാസ് കൊടുത്തിട്ട് ടിക്കി ടാക്കി അടിച്ചിട്ട് നമ്മളെ മടുപ്പിക്കുന്ന ഒരു കളിയാണ് സ്പെയിൻ്റെതാണ്. ഇന്ന് ചില സമയത്തൊക്കെ നമുക്ക് അങ്ങനെ തോന്നും. പക്ഷേ ആ തോന്നലങ്ങനെ നിൽക്കാത്തതിൻ്റെ കാരണം അർജന്റീനയും സമാനമായിട്ട് ഈ പ്രതിരോധത്തിൽ ഊന്നി കളിച്ചു എന്നുള്ളതാണ്. ആ സമയത്ത് അങ്ങനെ ഒരു ആക്രമണ ശൈലി അർജന്റീന പുറത്തെടുത്തിട്ടുണ്ടെങ്കിലോ നമ്മൾ നല്ല രസികൻ കളിയായി മാറിയാണ്. പാസ് അക്യുറസി 90% സ്പെയിനിൻ്റേത്, അർജന്റീന വെറും 78%. ഫൗള് 21 ഫൗളാണ് സ്പെയിൻ, 24 ഫൗള് അർജന്റീന. യെല്ലോ കാർഡ് 5 എണ്ണം അർജന്റീന, സ്പെയിന് 0. റെഡ് കാർഡ് 1 അർജന്റീന, സ്പെയിൻ 0. ഓഫ് സൈഡ് 4 എണ്ണം സ്പെയിൻ, 1 അർജന്റീന. കോർണർ 9 എണ്ണം സ്പെയിൻ, 4 എണ്ണം അർജന്റീന. എന്തൊരവസ്ഥയാണല്ലേ. 20 ഷോട്ടുകൾ, 11 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ, എന്നിട്ടും സ്പെയിനിന് ഒരു ഗോളാണ് നേടാൻ കഴിഞ്ഞത്. അപ്പുറത്തോ അർജന്റീനയുടെ ഷോട്ട് വെറും 3, ഓൺ ടാർഗറ്റോ 0. എന്നിട്ടും ഒരു ഗോൾ മാത്രമാണ് അവർ വഴങ്ങിയത്. എല്ലാ കണക്കുകളിലും അതാണ് സ്ഥിതി. തുടക്കത്തിൽ പറഞ്ഞതുപോലെയാണ് പ്രതിരോധ കോട്ട കെട്ടി നിന്ന അർജന്റീനയുടെ മാരക പ്രതിരോധത്തിൻ്റെ ഫലം. സ്വാഭാവികമായ അന്ത്യം പിന്നീട് നേരിടേണ്ടി വന്നു. സ്പെയിനിൻ്റെ ഗോൾ. അങ്ങനെ അവർ കിരീടത്തിലേക്ക് നടന്നെടുത്തു. ജയിക്കാൻ വേണ്ടി കളിച്ച ടീം ജയിച്ചു എന്ന് വിചാരിച്ചാൽ മതി. അർജന്റീന പ്രതിരോധിക്കാൻ വേണ്ടി മാത്രം കളിച്ച ടീമായിരുന്നു ഈ ഫൈനലിൽ. അർഹിച്ച വിജയത്തിൽ സ്പെയിൻ എത്തി. എനിക്ക് ഈ കളിയിൽ ഒരർത്ഥത്തിൽ സങ്കടമായതും എന്നാൽ സ്പെയിനിൻ്റെ കളിയുടെ വിജയകരമായ പദ്ധതിയായതും തോന്നിയത് മെസ്സിയെ പൂട്ടിയ ആ ശൈലിയാണ്. മെസ്സി ഇതുവരെ ആരും പൂട്ടാത്ത വിധമാണ് സ്പെയിൻ ഇന്ന് പൂട്ടിയത്. അതായത് മെസ്സിയെ മാർക്ക് ചെയ്യുക എന്നതിനപ്പുറം മെസ്സിയിലേക്കുള്ള പന്തുകൾ അതിൻ്റെ റൂട്ടിൽ നിന്നേ ബ്രേക്ക് ചെയ്യുക എന്നതായിരുന്നു ഇന്ന് സ്പെയിൻ നടപ്പാക്കിയ പദ്ധതി. അത് വൻ വിജയമായി. സ്പെയിനിൻ്റെ ഏറ്റവും തന്ത്രപൂർവമായ നീക്കം. മെസ്സിക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. മാത്രമല്ല അങ്ങനെ ചെയ്യാനുള്ള സാധ്യതകൾ അർജന്റീനയും അടച്ചിരുന്നു. കാരണം അവർ ഈ പ്രതിരോധത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് കളി മുന്നോട്ട് പോയിരുന്നു. പിന്നെ മെസ്സിയുടെ പ്രസക്തി തന്നെ ഇല്ലാതായി മാറിയല്ലോ അതോടുകൂടി. എന്തായാലും അർജന്റീനയ്ക്ക് കിരീടം കിട്ടിയില്ല. മെസ്സിയുടെ അവസാന ലോകകപ്പ് കിരീടം ഇല്ലെങ്കിലും അഭിമാനത്തോടെ കരിയറിൻ്റെ ഈ ഘട്ടം, ഈ ലോകകപ്പ് അവസാനിച്ചു എന്ന് പറയാം. ഒരു കഥ കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അർജന്റീനയുടെ ആവർത്തിച്ച ഒരു ചരിത്രത്തെക്കുറിച്ചാണ്. 1986 അർജന്റീനയ്ക്ക് 2ാമത് ലോക കിരീടം ലഭിച്ചത്. അന്ന് മറഡോണയുടെ ചിറകിൽ ഏറിക്കൊണ്ടുള്ള കിരീടം. പിന്നാലെ 90-ൽ ഇന്നത്തേതിന് സമാനമായി അർജന്റീന ഫൈനലിലെത്തി. ചരിത്രം ആവർത്തിച്ചു എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം. അന്ന് അതുവരെ കളിച്ച കളിയല്ല അർജന്റീന കളിച്ചത്. മറഡോണയും സംഘവും ജർമ്മനിയോട് പ്രതിരോധിച്ച് കളിച്ചു ഫൈനലിൽ. 85-ാമത്തെ മിനിറ്റിൽ ജർമ്മനി നേടിയ ഒരു ഗോള്, അതിൽ അന്ന് മറഡോണയും സംഘവും പരാജയപ്പെട്ടു. അന്നത്തെ മത്സരത്തിൽ ചുവപ്പ് കാർഡ് സംഭവിച്ചു. പെഡ്രോ മോൻസണും ഗുസ്താവോ ഡെസോട്ടിക്കും അന്ന് ചുവപ്പ് കാർഡ് കിട്ടി. ഇന്നിപ്പോൾ ചരിത്രം ആവർത്തിക്കുകയാണ്. 2022-ൽ മെസ്സിയുടെ ചിറകിലേറി കിരീടം, 2026-ൽ വീണ്ടും ഫൈനൽ. അന്നത്തേതിന് സമാനമായി അവരുടെ പതിവ് കളിയിൽ നിന്നും ആക്രമണാത്മക ഫുട്ബോളിൽ നിന്നും വ്യത്യസ്തമായി പ്രതിരോധത്തിൽ ഉറച്ച്
അന്ന് ജർമ്മനിയോട് കളിച്ചു, ഇന്ന് സ്പെയിനിനോട് കളിച്ചു. ഫൈനലിൽ 1-0 അന്ന് ജർമ്മനിയോട് തോറ്റു, ഇന്ന് സ്പെയിനിനോട് തോറ്റു. എന്തായാലും യമാലും റോഡ്രിയും സംഘവും ചരിത്രത്തിൽ ഇടം കണ്ടെത്തി. പണ്ട് സ്പെയിനിൻ്റെ കോളനിയായിരുന്നു അർജന്റീന എന്ന ചരിത്രം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. ഒടുവിൽ അർജന്റീന സ്പെയിനിൻ്റെ സാമ്രാജ്യത്വത്തോട് പോരാടി സ്വാതന്ത്ര്യം നേടിയ രാജ്യമാണ്. ഇന്ന് ചരിത്രത്തിലെ മറ്റൊരു മുഹൂർത്തം കൂടിയായിരുന്നു അത്. കളിയിലൂടെ അതിന് പ്രതികാരം തീർക്കാൻ മെസ്സിക്കും സംഘത്തിനും ഒരവസരം കൂടിയായിരുന്നു അർജന്റീന സ്പെയിനിനെ പരാജയപ്പെടുന്ന ഒരവസരം. എന്നാൽ അതുണ്ടായില്ല. ചാമ്പ്യൻ ടീമിൻ്റെ പ്രകടനം കാഴ്ചവെച്ചത് ഫൈനലിൽ സ്പെയിനാണ്. പരാജയപ്പെട്ട അർജന്റീന മടങ്ങുമ്പോൾ ഗ്രൗണ്ടിൽ മെസ്സിയുടെ കണ്ണീർ വീഴുന്നുണ്ട്. മെസ്സിയുടെ സങ്കടം ഒരർത്ഥത്തിൽ മറ്റൊരു കാര്യത്തെ ഓർത്തായിരിക്കണം. നന്നായി ഒന്ന് കളിക്കാൻ പോലും പറ്റാതെ, ആരാധകരുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ പറ്റാതെ പോയതിലായിരിക്കണം. അദ്ദേഹം ഒടുവിൽ കണ്ണീരോടെ നിൽക്കുന്ന കാഴ്ച നിങ്ങളും കണ്ടിട്ടുണ്ടാവും. എന്നാൽ അർജന്റീന തലയുയർത്തി തന്നെയാണ് മടങ്ങുന്നത്. അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ഗംഭീരമായ കളികളാണ് ഈ ലോകകപ്പിൽ ഉണ്ടായത്. മെസ്സി ഈ പ്രായത്തിലും ലോകോത്തര താരമായി പൂണ്ടു വിളയാടിയ കാലം ടൂർണമെൻറ്റ്. ഫൈനലിൽ ചരിത്രം മറ്റൊന്നായി എന്ന് മാത്രം. എന്തായാലും യമാലും സംഘവും കിരീടമുയർത്തി മുന്നോട്ട് പോകുമ്പോൾ പുതിയ ചരിത്രം എഴുതപ്പെടുകയാണ്. ലോക ഫുട്ബോളിൽ സ്പെയിനിൻ്റെ പുതിയ കാലം. ഇന്നത്തെ കളി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ലോകകപ്പിൽ എന്നെ ഏറ്റവും കൂടുതൽ രസിപ്പിച്ചത് അർജന്റീനയും മെസ്സിയും സംഘവും തന്നെയാണ്. അതുകൊണ്ട് അവരോടൊരു സ്നേഹം കാണിക്കണ്ടേ? ഇന്നല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഈ സ്നേഹം കാണിക്കുക? അതുകൊണ്ട് കൂടിയാണ് ഈ ജേഴ്സി. അർജന്റീനയുടെ ഇഷ്ടം നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ അങ്ങ് മാഞ്ഞു പോകുന്നതല്ല. ഇനിയും വരും കാലത്തും ആ സംഘം, അത് മെസ്സി ആയാലും മറഡോണ ആയാലും ബാറ്റിസ്റ്റൂട്ടി ആയാലും, ഏത് രീതിയിൽ കളിക്കാരുടെ നിരയിൽ മാറ്റമുണ്ടായാലും അവരുടെ കളിയുടെ സൗന്ദര്യാത്മകത നമ്മുടെ ഉള്ളിൽ നിൽക്കുകയും കളിയിൽ പ്രകടമാവുകയും ചെയ്യുന്നിടത്തോളം കാലം ഇങ്ങനെയൊക്കെ അങ്ങ് പോവും. നന്ദി, നമസ്കാരം.